ഏറ്റവും പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ എക്സ്ട്രാ മെറിറ്റൽ അഫയേഴ്സ് ഫുൾഫിൽ ആവാതെ പോയൊരു പ്രണയം അവിടെ കിടപ്പുണ്ടാവും. പാസ്റ്റ് ലൈഫിൽ ഇവർ രണ്ടുപേരിൽ ഏതെങ്കിലും ഒരാൾ ഈ മൂന്നാമത് വരുന്ന ഒരാളുടെ ജീവിതത്തെ താറുമാറാക്കിയ ഒരാളാണ്. പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു കാര്യത്തെ അറിയാൻ വേണ്ടിയിട്ട് വരും. വിവാഹം നടക്കുന്നില്ല, ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഉണ്ടായിട്ട് അതിപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പുതിയൊരു റിലേഷൻഷിപ്പ് പറ്റും. അതിന് നമ്മുടെ സോളിന്റെ വൈബ്രേഷൻ ഹയർ ആയി. നമ്മുടെ നോർമൽ ലൈഫിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇപ്പം വിവാഹം കഴിഞ്ഞ രണ്ടുപേർ മര്യാദയ്ക്ക് ജീവിക്കുന്ന സമയത്താണ് ഒരാൾക്ക് വേറെ ഒരാളോട് പ്രണയം തോന്നുന്നത്, മറ്റേ പങ്കാളി അറിയുന്നു. അല്ലെങ്കിൽ പ്രണയിച്ച് നിൽക്കുന്ന രണ്ടുപേർ, ഭയങ്കര ഇൻറ്റിമസിയിൽ പ്രണയിക്കുന്ന ആളുകൾ വേറൊരാളുമായിട്ട് പ്രണയമുണ്ട് എന്നറിയുന്നു, അല്ലെങ്കിൽ വേറൊരു ബന്ധമുണ്ടെന്ന് അറിയുന്നു. അങ്ങനെയുള്ള സമയത്ത് ഇയാളുമായിട്ട് വിട്ടുപോകാനും പറ്റുന്നില്ല, ഇയാളെ തിരിച്ചു വേണം താനും, ഇവരോട് തെറ്റും ചെയ്തിട്ടുമില്ല. അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം പലപ്പോഴും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വിളിക്കാറുണ്ട് ഇത്തരം ഹീലേഴ്സിനെ. അപ്പം അങ്ങയോട് ഇപ്പോൾ ഒരാൾ വിളിച്ച് പറയുകയാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഇങ്ങനെ പോകുന്നുണ്ട്, എനിക്ക് അവളെ തിരിച്ചു വേണം എന്ന് പറയുമ്പോൾ എന്താണ് ഒരു മറുപടി ഉണ്ടാവുക? എന്താണ് നമുക്ക് റേക്കി കൂടെ ചെയ്യാൻ പറ്റും? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എനിക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയത് റിലേഷൻഷിപ്പ് ഹീലിംഗ് ആണെന്ന്. റിലേഷൻഷിപ്പ് ഹീലിംഗിൽ തന്നെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിബ്ലിങ്സ് തമ്മിൽ ഇഷ്യൂസ്, പാരൻസും കുട്ടികളും തമ്മിൽ ഇഷ്യൂസ്, ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇതൊക്കെ വരും. ഇതിൽ ഏറ്റവും പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ എക്സ്ട്രാ മെറിറ്റൽ അഫയേഴ്സാണ് ഏറ്റവും കൂടുതൽ. അത് പുരുഷന്മാരും വിളിക്കാറുണ്ട്, സ്ത്രീകളും വിളിക്കാറുണ്ട്. കൂടുതൽ വിളിക്കാറുള്ളത് സ്ത്രീകളാണ്. അത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ രണ്ട് തരത്തിൽ പറയണം. സംസാരിച്ച് വരുമ്പോൾ ചിലപ്പം പുള്ളിക്കാരത്തി ആയിരിക്കും പ്രശ്നക്കാര്. സീരിയസ്ലി, ഒരാള് നമ്മളെ വിട്ട് പോകണമെന്നുണ്ടെങ്കിൽ രണ്ട് റീസൺ ഉണ്ട്. ഒന്ന്, അതൊരു സോൾ കോൺട്രാക്റ്റ് ആണ്, അത് കറക്റ്റ് ആണ്. ആ സോളിന് ഇപ്പം ഞാൻ എൻ്റെ ഭർത്താവിന് വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സോൾ കോൺട്രാക്ടിന്റെ പേരിലാണ് കഴിക്കുന്നത്. അത് വെച്ച് എക്സ്ട്രാ ഒരാളുടെ അടുത്ത് പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ പ്രായത്തിൽ ഇന്നേ സോളുമായിട്ട് ഒരു സോൾ കോൺട്രാക്ട് ഉണ്ടെന്ന് യൂണിവേഴ്സ് പ്രോഗ്രാം ചെയ്തതാ. അത് സംഭവിച്ചിരിക്കും. നമ്മൾ എന്ത് തലകുത്തി പറഞ്ഞാലും അത് ഓൾറെഡി പ്രോഗ്രാമിലാണ്, അത് സംഭവിച്ചിരിക്കും. പക്ഷെ അവിടെ ഒറ്റ ഒരു ക്ലാരിഫിക്കേഷൻ, അതായത് അപ്പുറത്ത് നിൽക്കുന്ന ഭാര്യ ഓർ ഭർത്താവ് എല്ലാ സൗകര്യങ്ങളും സ്നേഹവും എല്ലാ കാര്യങ്ങളും പങ്കാളിക്ക് കൊടുക്കുകയും എന്നിട്ടാണ് അയാൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ അയാൾ ഓർ അവൾ ഈ കാര്യം ചെയ്യുന്നത് എങ്കിൽ ഇവരുടെ ഭാഗത്ത് ന്യായമില്ലേ? ഉണ്ട്. അതാണ് ഞാൻ രണ്ട് തരം എന്ന് പറഞ്ഞത്. ഒന്ന്, സോൾ കോൺട്രാക്ട് ആണ്. അതിപ്പോ എത്ര നന്നായിട്ട് നിന്നാലും സോൾ കോൺട്രാക്ട് മാറ്റാൻ പറ്റില്ല. അത് അവിടെ ഉള്ളതാണ്, പ്രോഗ്രാമഡ് ആണ്. ചിലപ്പോൾ ഇവരുടെ ലൈഫിൽ ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന സോൾ ആയിരിക്കും. ഇവരുടെ ലൈഫിൽ ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഫുൾഫിൽ ആവാതെ പോയൊരു പ്രണയം അവിടെ കിടപ്പുണ്ടാവും. മനസ്സിലായോ? ഇനി അതും അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ ഇവർ രണ്ടുപേരിൽ ഏതെങ്കിലും ഒരാൾ ഈ മൂന്നാമത് വരുന്ന ഒരാളുടെ ജീവിതത്തെ താറുമാറാക്കിയ ഒരാളായിരിക്കും പാസ്റ്റ് ലൈഫ്. അത് കിട്ടുമോ? അത് നമ്മളിപ്പം ഈ റേക്കി സ്കാൻ ചെയ്യുമ്പോൾ കിട്ടുമോ? ഈ റേക്കി സ്കാൻ അതൊരു പ്രത്യേക മേഖല തന്നെയാണ് അല്ലെ? നിങ്ങൾ ഇപ്പം ഈ റേക്കി ചെയ്യുന്ന സമയത്ത് സ്കാനിങ് ചെയ്യാന്ന് പറയാറുണ്ട്. ആ സ്കാനിങ്ങിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഒരാളുടെ അസുഖങ്ങളെ പറ്റി, അയാളുടെ ഏതൊക്കെ ചക്രാസ് വീക്കാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അയാൾക്ക് കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പരിപാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും മനസ്സിലാക്കാൻ പറ്റും. അയാളുടെ അസുഖം പറഞ്ഞില്ല, പറയണ്ട. ഞാൻ പറയരുത്. പറഞ്ഞാല് ഹീലേഴ്സ് വിഷ്വലൈസ് ചെയ്യുന്ന പോലെ പോവും. ഈ ഉള്ളിലുള്ള സാധനമാണ് പോപ്പായിട്ട് വരിക. ഞാൻ പറയും സ്കാനിങ് ചെയ്യുമ്പോൾ നിങ്ങൾ മിണ്ടണ്ട, ഒരു കാര്യം പറയണ്ട. അതിൽ രണ്ട് കേസുണ്ട്. ഒന്ന്, നിങ്ങളൊന്നും പറയണ്ടെന്ന് പറയും. ചില കാര്യങ്ങൾ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യത്തെ അറിയാൻ വേണ്ടിയിട്ട് വരും. വിവാഹം നടക്കുന്നില്ല, ഇത്രയും വർഷമായിട്ട് വിവാഹം നടക്കുന്നില്ല, അത് എന്തുകൊണ്ടാണോ എന്ന് നോക്കി പറഞ്ഞുതരാമോ? അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട്. അത് നമുക്ക് സ്കാനിങ്ങിലൂടെ നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അത് ഈ പറഞ്ഞ പോലെ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഉണ്ടായിട്ട് അതിപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പുതിയൊരു റിലേഷൻഷിപ്പ് വരില്ല. കാരണം സബ് കോൺഷ്യസ് മൈൻഡിൽ അയാൾ ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ കോൺഷ്യസ്ലി അല്ല, സബ് കോൺഷ്യസ് മൈൻഡിൽ അതിലാണ് ഇവർക്ക് സന്തോഷം കിട്ടുന്നത്. ഇനി ചില ബിരുദന്മാർ ചെയ്ത് വെക്കണ പണിയുണ്ട്. വിഷ്വലൈസ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഇമേജ് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അതായത് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് വലിയ മുടി വേണം, നീണ്ട മൂക്കായിരിക്കണം, മുല്ലപ്പൂ പോലത്തെ പല്ലായിരിക്കണം. ഇതിങ്ങനെ വിഷ്വലൈസ് ചെയ്ത് വെക്കാം. സ്ത്രീകളും ഉണ്ടേ, അവർ മോശമൊന്നല്ല. നല്ല ഹൈറ്റുള്ള പുരുഷനായിരിക്കണം, ഭയങ്കര ജിം ബോഡി ആയിരിക്കണം, ഇതൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ ആൾക്കാരുണ്ട്.
എന്നിട്ട് ഇതിവരെ മൈൻഡിൽ വിഷ്വലൈസ് ചെയ്ത് വെക്കും ഇങ്ങനൊരു ഫിഗർ. 1000 ആൾക്കാർ വന്ന് പെണ്ണ് കണ്ടാലും ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ ബ്ലോക്ക് ചെയ്യും. ഉള്ളിലുള്ള ഫിഗർ അല്ല, എല്ലാം കൊണ്ടും ഓക്കെ ആയിരിക്കും, ഉള്ളിലുള്ള ഫിഗർ അല്ല. അപ്പം സബ് കോൺഷ്യസ് മൈൻഡ് യൂണിവേഴ്സിനെ കൊടുക്കുന്ന മെസ്സേജ് ഇതല്ല. അപ്പൊ അങ്ങനെ വിഷ്വലൈസ് ചെയ്ത് ഈ സബ് കോൺഷ്യസ് മൈൻഡ് യൂണിവേഴ്സിലേക്ക് ഇങ്ങനെ മെസ്സേജ് കൊടുക്കുമ്പോൾ ആ തരത്തിലുള്ള ഒരാളെ തന്നെ കൊണ്ട് തന്നുകൂടായികയില്ലല്ലോ. തന്നുകൂടായികയില്ല, അതിന് നമ്മുടെ സോളിന്റെ വൈബ്രേഷൻ ഹയർ ആയിരിക്കണം. അതും കൂടെ ഉണ്ട്. അല്ലാതെ വെറും വിഷ്വലൈസ് ചെയ്തുകൊണ്ട് മാത്രം കാര്യം. അങ്ങനെ ഇപ്പൊ നമ്മൾ എന്തൊക്കെ വിഷ്വലൈസ് ചെയ്യുന്നു. ഇവിടെ എന്തോരം ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സുകൾ നടക്കുന്നുണ്ട്. യൂട്യൂബ് എടുത്തൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയേ പോട്ടെ. നമ്മൾ എന്തോരം ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. എന്താ ഒന്നും സക്സസ് ആവാത്തത്? പലരും ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ ആ ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിൽ ചേർന്നു, ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിൽ ചേർന്നു, എന്നെ അങ്ങനെ പഠിപ്പിച്ചു, ഞാൻ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു, പക്ഷെ എനിക്ക് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലാതെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യവും നടക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അവിടെ സോളിന്റെ ആ ഒരു എന്താണ് എനർജി കൂടെ ഹയർ ആക്കണം. ഈ സോളിന്റെ എനർജി ഒന്നും പലപ്പോഴും ഈ ലോ ഓഫ് അട്രാക്ഷൻ പഠിപ്പിക്കുന്ന ആളുകൾക്ക് അറിയുക പോലും ഉണ്ടാവില്ല. ചിലർക്കറിയില്ല, ചിലർ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ പഠിക്കുന്ന സ്റ്റുഡന്റിന് എന്താണ് സോളിന്റെ എനർജി എന്നുള്ളതും ഇതെങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്നുള്ളതും ചിലർക്ക് പെട്ടെന്ന് പിടിച്ചം കിട്ടില്ല. കാരണം ലോ ഓഫ് അട്രാക്ഷൻ ഇച്ചിരി വരുന്ന സ്പിരിച്വൽ കണക്ഷൻ ഉണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നതല്ല എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ ഇവര് കഷ്ടപ്പെട്ട് പല മാനുഫാക്ചറിങ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ടാവും, ഒന്നും വർക്കാവില്ല. ഇപ്പോ സർവ സംരക്ഷണവും സർവ സൗഭാഗ്യവും ആണ് റെയ്ക്കി എന്ന് പറയാറുണ്ട്. റെയ്ക്കി മാ എന്നാണ് നമ്മുടെ നോർത്തിലൊക്കെ അറിയപ്പെടുന്നത്. അത് ജാപ്പനീസ് രീതിയിൽ വന്നതുകൊണ്ട് റെയ്ക്കി എന്ന് വരും. നമ്മൾ ഇവിടെയാണ് അത് ഉത്ഭവിച്ചതെങ്കിൽ അത് വേറെ രീതിയിൽ വരുമായിരുന്നു. പക്ഷെ ഒരു ചരിത്രം പറയുന്നത് ഇന്ത്യയിൽ ഭാരതത്തിൽ ഉത്ഭവിച്ചതിന് ശേഷം ഇവിടെ നിന്നാണ് ആ റെയ്ക്കിയുടെ ഒരു എന്താണ് തോട്ട് പ്രോസസ്സ് അവിടേക്ക് പോയതെന്നും അവിടെ നിന്നത് വേറൊരു രീതിയിൽ വന്നതാണ് എന്നാണ് പറയുന്നത്. മഹാശക്തിയായിട്ടും പിന്നെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇപ്പം പല കലാകാരികളുണ്ട്. ഇപ്പൊ സിനിമാ താരങ്ങൾ, ബിസിനസ്മാൻ, വലിയ വലിയ ആളുകൾ, ഇവരൊക്കെ ഒരുപാട് മന്ത്രവാദങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഈ ബിസിനസ് ഒന്ന് ഉയരാൻ വേണ്ടി, അല്ലെങ്കിൽ ഫിലിമിൽ അവസരം കിട്ടാൻ വേണ്ടിയിട്ട് ഒക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ പല ജ്യോതിഷന്മാരും പല ആളുകളും ഒക്കെ പറയുന്നത്, നിങ്ങൾ ഈ റെയ്ക്കി ഹീലർ ആയിരിക്കുന്ന സമയത്ത് റെയ്ക്കി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. റെയ്ക്കി അതിനെല്ലാം സപ്പോർട്ട് ചെയ്യും. ആ എനർജി നിങ്ങളെ പൂർണ്ണമാക്കും. നമ്മളെ പൂർണ്ണമാക്കാനുള്ള വഴി ഈ പൂജയിലുണ്ട്, ജ്യോതിഷത്തിലുണ്ട്, എല്ലാത്തിലുണ്ട്. പക്ഷെ അതൊന്നും പൂർണ്ണമായി എഫക്റ്റ് ആവണമെന്നില്ല. പക്ഷെ പൂർണ്ണമായി എഫക്റ്റ് ആവുന്ന ഒരു വഴിയാണ് ഈ റെയ്ക്കി എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും കൃത്യമായി മറ്റൊരാളെ ഹീൽ ചെയ്ത് മാറ്റുക, അല്ലെങ്കിൽ മറ്റൊരാളെ എന്താണ് അവർക്ക് ആ എനർജി പിന്നെ പാസ് ചെയ്ത് കൊടുക്കുക എന്നത് ഒരു നല്ല ഗുരുനാഥന് മാത്രം, അല്ലെങ്കിൽ നല്ല ഗുരുനാഥയ്ക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യം കൂടെയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് കലാകാരന്മാർ, സിനിമാ നടന്മാർ, സെലിബ്രിറ്റികൾ, ഇവർക്കൊക്കെ ഒരുപാട് അവസരങ്ങളാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. അങ്ങനെയൊക്കെ കോളുകൾ വരാറുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് വിളിക്കാറുണ്ടോ? പേരുകളൊന്നും പറയരുത്, ഈ കാര്യങ്ങൾ വരാറുണ്ട്. ഉണ്ട്. എന്തായിരിക്കും ഇവരുടെയൊക്കെ ആവശ്യം? നമ്മൾ കാണുന്ന പല സെലിബ്രിറ്റീസും അത്ര ഹാപ്പിയൊന്നും അല്ല. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം. എല്ലാവർക്കും അവരവരുടേതായ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പം പലരും എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, അങ്ങേയറ്റം തകർന്ന് ജീവിതം തിരിച്ചു കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്ക് ഹീലിംഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചിലര് പഠിക്കാൻ വന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതില് എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്യുമ്പം അവർക്കത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് അതിൽ ഇപ്പം ഒരു പുതിയ സിനിമയിലേക്ക് കാലെടുത്ത് വെക്കാൻ വേണ്ടി അവസരം കാത്തു നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു നിർമ്മാതാവ്, അല്ലെങ്കിൽ ഒരു സംവിധായകനെ ഒരു നല്ല കഥ കിട്ടണം, ഇങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ ആ റെയ്ക്കി ഉപയോഗിച്ച് ഇത്തരം ഹീലിങ്ങുകൾ ചെയ്യുമ്പോൾ അവർക്കത് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടുന്നതായിട്ടും കാണാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു അങ്ങനെ സംഭവിക്കുമോ? ഫിലിം പ്രൊഡ്യൂസേഴ്സ് എന്റെ സ്റ്റുഡന്റ് ആണ്. പേര് ഞാൻ പറയില്ല, ലേഡിയാണ്. അവരും എന്റെ സ്റ്റുഡന്റ് ആണ്. അത് പറയുന്നുണ്ട് ഭയങ്കര മാറ്റമുണ്ട്. സീരിയലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ പറയുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള ഒരു മനുഷ്യന്റെ A to Z കാര്യത്തിൽ റെയ്ക്കി നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ അത് അവരുടെ അർഹത, അവരുടെ കർമ്മം, അവരിതിലേക്ക് എത്തണം. ചിലപ്പം നമ്മുടെ ഈ പല ഇന്റർവ്യൂ കണ്ടു, അട്ടിമാറ്റി ഇതൊന്നും ശരിയല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്.
ഇപ്പം ഞാനൊക്കെ ഒരു വളരെയധികം യുക്തിപരമായിട്ട് ചിന്തിക്കുന്ന, ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനെയുണ്ടല്ലോ, അങ്ങനെയായിരുന്നു. പക്ഷെ ശാസ്ത്രം എന്താണ് എന്നുള്ളത് പിന്നീട് പഠിച്ചപ്പോഴാണ് എനിക്ക് കൃത്യമായി കാര്യം മനസ്സിലാക്കി. അതായത് ശാസ്ത്രത്തിന്റെ ഒരു പ്രശ്നം ഞാൻ കാണുന്നത്, ശാസ്ത്രം ഒന്നിനെയും തള്ളുന്നില്ല, ശാസ്ത്രം എല്ലാത്തിനെയും ആക്സെപ്റ്റ് ചെയ്യും. എങ്ങനെ? കൃത്യമായ തെളിവ് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഒരു സാധനം, ഇന്ന ഒരു രോഗം മാറ്റുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിൽ ഇന്ന എന്താണ് വസ്തു അല്ലെങ്കിൽ ഇന്ന കണ്ടന്റ് രോഗം മാറ്റുന്നു എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അവർ അതിനെ അംഗീകരിക്കും. അപ്പൊ മറുഭാഗത്ത് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് അങ്ങനെ അല്ലാതെ, അതായത് ഇന്ന കണ്ടന്റ് ആണ് രോഗം മാറ്റുന്നതെന്ന് അറിയാതെ മരുന്ന് കൊടുക്കുന്ന ആയുർവേദവും ഹോമിയോ ഒക്കെ ഉണ്ട്. അവർ പറയുന്നത് ജീവശക്തിയാണ് ഞങ്ങൾ ചികിത്സിക്കുന്നത്, പക്ഷെ അവിടെ രോഗം മാറുന്നുണ്ട്. അപ്പൊ ആളുകൾക്ക് ആവശ്യം ഇന്ന കണ്ടന്റ് ആണ് രോഗം മാറ്റുന്നത് എന്ന് പറയുന്ന ചികിത്സാ രീതികൾ മാത്രമല്ല, ഏത് കണ്ടന്റാണ് രോഗം മാറ്റുന്നതെന്ന് അറിയില്ലെങ്കിലും കൃത്യമായ രോഗം മാറുകയും കാര്യമായ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അതും മനുഷ്യനെ സംബന്ധിച്ച് വലിയ ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ റേക്കി ഹീലിങ്ങിനെ പറ്റി പറയുമ്പോൾ നമ്മൾ രോഗത്തെ മാത്രമല്ല സമ്പത്തിനെയും സമൃദ്ധിയെയും വരെ ബൂസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഉള്ളിലൊരു സ്പിരിച്വൽ എനർജി ക്രിയേറ്റ് ചെയ്യാൻ കൂടെ ഇത് സഹായിക്കുന്നില്ല, അവരെ സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തിക്കാൻ കൂടെ സഹായിക്കുന്നില്ല. തീർച്ചയായിട്ടും. കാരണം ഞാൻ വെറും ഒരു റേക്കി ക്ലാസ് നടത്തി റേക്കിയുടെ കണ്ടന്റ് മാത്രമല്ല ഞാൻ പഠിപ്പിക്കുന്നത്. ഞാൻ പഠിപ്പിക്കുന്നതിന്റെ കൂടെ നോർത്തോട്ട് മെഡിറ്റേഷൻ ഒക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പലർക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കാനാണ് ബുദ്ധിമുട്ട്, അതിനുള്ള ടെക്നിക്സ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തേർഡ് ഐ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ടെക്നിക്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ സംശയങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ എപ്പോഴും അവൈലബിൾ ആണ്. എന്റെ സ്റ്റുഡൻസിന്റെ അടുത്ത് ഞാൻ 100% അവൈലബിൾ ആണ്. ക്ലയൻസിന്റെ അടുത്ത് തന്നെ എനിക്കിരുന്ന് സംസാരിക്കാനുള്ള ഒരു സമയത്തിന്റെ പ്രശ്നമുണ്ട്, എന്നാലും ഞാൻ അത്യാവശ്യം ഡെയിലി ഹീലിംഗ് കൊടുക്കുന്നുണ്ട്. പക്ഷെ സ്റ്റുഡൻസിന്റെ അടുത്ത് ഞാൻ 100% അവരുടെ കൂടെ നിൽക്കും. കാരണം എന്ന് വെച്ചാൽ എനിക്ക് നിർബന്ധമുണ്ട്, എൻ്റെ അടുത്ത് വന്ന സ്റ്റുഡൻസിന് ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണം. അത് ഫിസിക്കലി, മെന്റലി, ഇമോഷണലി, സ്പിരിച്വലി അവർ മാറണം. ഞാൻ നന്നായിട്ട് ധൈര്യം കൊടുക്കുന്ന ഒരു ഗുരുവാണ്. ഞാൻ അവരുടെ അടുത്ത് പറയും, നിങ്ങൾ ഹീൽ ചെയ്തോ, ഒരു പ്രശ്നം, പക്ഷെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഹീലിംഗ് ചെയ്യാം. അവരുടെ ഓരോരുത്തരുടെയും ലൈഫിനെ ഞാൻ നന്നായിട്ട് ഉയർത്താൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാ കാര്യത്തിലും. ജോലിയില്ലാത്ത എത്രയോ ചേച്ചിമാർ എൻ്റെ അടുത്ത് പഠിക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം അവരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഒരു ജോലി ചെയ്യണം എന്നാണ്. കാരണം സ്വന്തം കണ്ട് നിൽക്കുക. ഈ കല്യാണം കഴിച്ചു പോയത് കൊണ്ട് ഭർത്താവ് തന്നെ ഭാര്യയെ നോക്കണം എന്നൊന്നും എവിടെയും ഇല്ല. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണേ. കാരണം അങ്ങനെ ഭർത്താവ് തന്നെ ഭാര്യയെ നോക്കണം, എന്തിനാ ഒരു മനുഷ്യൻ എല്ലാ ഭാരവും കൂടി എടുത്ത് തലയിലിട്ട് കൊടുക്കണേ? അവിടെ ഇവരുടെ വാല്യൂം കൂടിയാ പോകുന്നത് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, എല്ലാ കാര്യത്തിനും ഇയാളുടെ അടുത്ത് നോക്കണ്ടേ? അതേ സ്ഥാനത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമ്പോൾ അവിടെയാണ് ഈക്വാലിറ്റി വരുന്നത് അല്ലേ? നമ്മൾ ഡയലോഗിൽ മാത്രം പോരാ, ഈക്വാലിറ്റി എല്ലാത്തിലും വേണം. ഞാൻ പറയും, സ്ത്രീയും പുരുഷനും ഒരുപോലെ നോക്കേണ്ടതാണ് ഒരു ഫാമിലി. എൻ്റെ അടുത്ത് ഡിവോഴ്സ് കേസുകൾ നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹീലിംഗ് വരാറുണ്ട്. ഇതിൽ മെജോറിറ്റി സ്ത്രീകളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ഞാൻ പറയും. ചിലപ്പം അയാളുടെ കയ്യിലിരിപ്പുണ്ടായിരിക്കും ഡിവോഴ്സിന് പോകുന്നുണ്ടാകാം, പക്ഷെ ഇവരുടെ ആവശ്യം എന്താ അറിയോ? ഇയാളെ വേണ്ട, ഇയാളുടെ കൂടെ ജീവിക്കണ്ട, പക്ഷെ ഇയാളുടെ പൈസ വേണം. ഇയാളുടെ കോമ്പൻസേഷൻ. ഞാൻ പറയാം, അതൊരു തെറ്റായ നിയമമാണെന്ന് പറയും. ചിലപ്പോൾ ഇതിന്റെ താഴെ എനിക്ക് നല്ല പൊങ്കാല വരും, സാരില്ല. പക്ഷെ ഞാൻ ഓപ്പണായിട്ട് ഞാൻ പറയും, എന്തിനെ? നിങ്ങൾക്ക് കയ്യും കാലം ഉണ്ട്, നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിവുണ്ട്, നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള വിദ്യാഭ്യാസം ഉണ്ട്, എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കും, എന്നാലും ഒപ്പിട്ട് കൊടുക്കില്ല സ്ത്രീകള്. അതായത് ജീവിക്കണ്ട. അതായത് ഇപ്പം ഒരു സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, രണ്ടുപേർ തമ്മിൽ വിവാഹം കഴിച്ചു, രണ്ടുപേർക്ക് ഒരുമിച്ച് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. ഭാര്യയ്ക്ക് തീരെ പറ്റുന്നില്ല, ഭാര്യയ്ക്ക് ഡിവോഴ്സ് ചെയ്ത് പോകണം, പക്ഷെ മാറി നിൽക്കുന്നു. അയാളപ്പം പറയുന്നത് മാറി നിൽക്കില്ല, ഡിവോഴ്സ് ചെയ്യുന്നു പറയും. പക്ഷെ ഡിവോഴ്സിന് ഒപ്പിട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾ ഇത്ര തവണ പൈസ തന്നാൽ മാത്രമേ ഞാൻ ഡിവോഴ്സ് ചെയ്യുന്നു പറയും. വലിയ തുകയാ ചോദിക്കുന്നേ. അതെ. അപ്പം ഈ കോടതികൾ പറയുന്നുണ്ട്, ഇപ്പം എന്താണ് നമ്മൾക്ക്, അതായത് സ്ത്രീകൾക്ക് ഈ ഇത് കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് നിയമപരിഗണന കൂടുതലാണ്. ഒപ്പം നിങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജോലി ഉണ്ടെങ്കിൽ, അവർക്ക് വരുമാനം ഉണ്ടെങ്കിൽ ഇത് കൊടുക്കേണ്ടതില്ല, അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു നിയമം കൂടി ഇപ്പം പരിപാലിച്ച് വരുന്നുണ്ട്, അല്ലെങ്കിൽ നടപ്പിലാക്കി വരുന്നുണ്ട്. അതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ പലപ്പോഴും പുരുഷന്മാർ പറയുന്ന ഒരു കാര്യം, നമ്മുടെ പൈസ അവർക്ക് വേണം, എന്താ ഇത് ഒപ്പിട്ട് തരില്ല, ഇതൊരു വലിയ പ്രശ്നമല്ലേ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെയും അത് ഒരു തെറ്റായ കാര്യം തന്നെയാണ്. കാരണം നമ്മൾക്ക് ജോലി ഉണ്ടായിട്ടും, നമുക്ക് ജോലി ചെയ്യാൻ സാധ്യതകളും ആരോഗ്യവും ഉണ്ടായിട്ടും ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നത് തെറ്റാണ്. ഇനി രണ്ടാമതൊരു വിഷയം അവിടെയുണ്ട്. അതായത് കല്യാണം കഴിച്ചു, പുരുഷന്റെ തെറ്റുകൊണ്ട് സ്ത്രീക്ക് ഇറങ്ങി പോരേണ്ടി വരുന്നു, അവളുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്നു, അവൾക്ക് ജോലി ചെയ്യാൻ സാഹചര്യങ്ങളില്ല, അവൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ പുരുഷൻ അവർക്ക് പൈസ കൊടുക്കേണ്ടത് അനിവാര്യമാണ്. അത് ന്യായമാണ്.
അത് ന്യായം. പക്ഷെ ആദ്യം പറഞ്ഞത് ന്യായമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഇവരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തിനാ ഈ കോമന്റ് സെക്ഷൻ കാത്തു നിൽക്കുന്നേ? അല്ല മാം, ഇതൊന്ന് വേഗം തീർപ്പാക്കി തരണം, വക്കീലിന് കൊടുക്കാൻ ഇനി പൈസ ഇല്ല എന്ന് പറഞ്ഞ് വിളിക്കുന്ന എത്രയോ ചേച്ചിമാരുണ്ട്, എത്രയോ ലേഡീസ് ഉണ്ട്. അപ്പം ഞാൻ ചോദിക്കും, എന്താ വക്കീലിന് കൊടുക്കാൻ പൈസ ഇല്ലാതെ? എനിക്ക് ജോലിയില്ല, എൻ്റെ ബ്രദറാണ് എന്നെ നോക്കുന്നത്, അല്ലെ എൻ്റെ അച്ഛനാ. നിങ്ങൾക്ക് ജോലിക്ക് പോയിക്കൂടെ? എത്ര പഠിച്ചിട്ടുണ്ട്? ഓ, ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതാ, ഞാൻ ഇന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്ത്. ഇപ്പൊ എന്താ പോകാത്ത? അല്ല, വക്കീല് പറഞ്ഞിട്ടുണ്ട് ജോലിക്ക് പോയാൽ കോമ്പൻസേഷൻ കിട്ടില്ല. എങ്ങനെ ഇരിക്കുന്നു? ഈ വക്കീലന്മാരാണ് പല കുറ്റകൃത്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ? അതുകൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ നമുക്ക് നമ്മുടെ ഒരു സെൽഫ് റെസ്പെക്ട് വേണ്ടേ? സെൽഫ് റെസ്പെക്ട് വേണ്ടേ? അതായത് എനിക്ക് വേണ്ടാത്ത ഒന്നും എന്നിലേക്ക് വരണ്ട. അത് അയാളുടെ പണമാണെങ്കിലും ശരി, എന്ത് നിധിയാണെങ്കിലും വേണ്ട എന്ന് പറയാനുള്ള ആ ഒരു മനക്കെട്ടി നമുക്ക് വേണം. ആ ഒരു ധൈര്യം, ആ ഒരു കോൺഫിഡൻസ് നമ്മൾ കാണിച്ചേ പറ്റുള്ളൂ. എന്തിനാ അയാളെ വേണ്ട, അയാളുടെ പൈസ നമ്മൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ലേഡീസ് ഇപ്പൊ ഉണ്ട് കേട്ടോ. ഉണ്ട്. പക്ഷെ എന്നെ വിളിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് ഡിവോഴ്സ് കേസ് ഒന്ന്. കാരണം കേസ് നമുക്ക് രേഖ കൊടുത്ത് പെട്ടെന്ന് നമുക്ക് വിധി കൽപ്പിക്കാൻ പറ്റും. ഒരുപാട് കേസുകൾ അങ്ങനെ ജയിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഇന്റർവ്യൂസിൽ പറയുമ്പോൾ ഇവർക്ക് മോനെ മനസ്സിൽ ഇടപെട്ടി, അതായത് ഇവരെ വിളിച്ചിട്ട് വേഗം പറഞ്ഞാല് പെട്ടെന്ന് ലക്ഷം കിട്ടുകയും ചെയ്യും. വേറെ ആളെ കണ്ടുവച്ചിട്ടുണ്ടാവും കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. അതാ ഏറ്റവും വലിയ രസം. അവന്റെയും കൂടി ബുദ്ധിയായിരിക്കും ഇത്. കുറച്ചും കൂടെ കോടതികളൊക്കെ ഒന്ന് ഇക്കാര്യത്തിൽ ഗൗരവത്തിൽ കാര്യങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു അല്ലെ?